It's not RGHV, it's Ranka. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇഗ്നിസിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. ഇഗ്നിസിൻ്റെ ആദ്യത്തെ മോഡൽ അപേക്ഷിച്ച് ഇപ്പോഴത്തെ മോഡലിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് മാരുതി. ആ ഗ്രില്ലിനുണ്ടായ മാറ്റം തന്നെയാണ്. ആദ്യത്തെ മോഡലിൽ നിന്ന് ഇപ്പോഴത്തെ ഗ്രില്ലിന് 4 യൂക്രോമുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രൊജക്ടർ LED ലാമ്പാണ് ഇത്. നമ്മുടെ മുന്നിൽ കാണുന്ന ഈ വാഹനം ആൽഫയാണ് ഇഗ്നിസിൻ്റെ. അതിന് തൊട്ട് താഴെയായ DRL. ഇഗ്നിസ് നമുക്കറിയാം, അത് നെക്സ പ്ലാറ്റ്ഫോമിലുള്ള ഒരു വണ്ടിയും കൂടിയാണ്. അത് പ്രധാനമായും 4 വേരിയൻറ്റിലാണ് അറിയപ്പെടുന്നത്. സിഗ്മ, ഡെൽറ്റ, ആൽഫ, സീറ്റ എന്നീ വേരിയൻറ്റിലാണ് ഇഗ്നിസ് വരുന്നത്. ഇഗ്നിസിൻ്റെ ബേസ് മോഡൽ വരുന്ന സിഗ്മ വേരിയൻറ്റും എന്നാൽ ടോപ്പ് എൻഡ് വേരിയൻറ്റ് ആൽഫയുമാണ്. ലാമ്പിൻ്റെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെയുള്ള ഒരു ക്രോം ഫിനിഷിങ് മാരുതി നൽകിയിട്ടുണ്ട്. ഫുൾ ഓപ്ഷൻ വണ്ടി ആയതിനാലാണ് ഇതിൻ്റെ അകത്ത് ഫോഗ് ലാമ്പ് ഇൻബിൽറ്റ് ആയിട്ട് വരുന്നത്. സിഗ്മയ്ക്കും ഡെൽറ്റയ്ക്കും ഫോഗ് ലാമ്പ് നമ്മളല്ല ചെയ്യണം. ഇതിൽ ഫോഗ് ലാമ്പ് ഹാലജൻ ടൈപ്പ് ഫോഗ് ലാമ്പാണ് വരുന്നത്. ഒറ്റനോട്ടത്തിൽ കുഞ്ഞൻ വണ്ടിയാണെന്ന് തോന്നുമെങ്കിലും അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിനുണ്ട്. ഇഗ്നിസിൻ്റെ ലെങ്ത്ത് വരുന്നത് 3700 mm, വിഡ്ത്ത് വരുന്നത് 1690 mm, ഹൈറ്റ് വരുന്നത് 1595 mm ആണ് വരുന്നത്. ഇഗ്നിസിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 180 mm ആണ്. ഇഗ്നിസിന് മറ്റുള്ളൊരു മാരുതിയുടെ വാഹനങ്ങളിൽ പോലും ഇല്ലാതെ ഈ ഒരു പ്രൊജക്ഷൻ, വീലിൻ്റെ ഭാഗത്ത് ഈ ഒരു പ്രൊജക്ഷൻ ഭാഗമാണ് ഇഗ്നിസിനെ മറ്റ് മാരുതിയുടെ വാഹനത്തിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. അതുപോലെ തന്നെ റൂഫ് റെയിൽ, സ്പോയിലർ തുടങ്ങിയവയ്ക്ക് ഇൻബിൽറ്റ് ആയിട്ടാണ് ഇഗ്നിസിന് വരുന്നത്. പിന്നെ ഡീഫോഗ്, അതുപോലെ തന്നെ റിയർ വൈപ്പർ, ഇതെല്ലാം ഇഗ്നിസിന് ഇൻബിൽറ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഇഗ്നിസിന് 4 റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സാണ് വരുന്നത്. ഇഗ്നിസിന് കമ്പനി അവകാശപ്പെടുന്ന മൈലേജ് 20 km ആണ് ലിറ്ററിന്. ഇഗ്നിസിൻ്റെ എഞ്ചിൻ ടൈപ്പ് വരുന്നത് VVT ടൈപ്പാണ്. അതുപോലെ തന്നെ എമിഷൻ നോൺ കംപ്ലയൻസ് വരുന്നത് BS6 2.0 ആണ്. ഇഗ്നിസിൻ്റെ അലോയ് വരുന്നത് 15 ഇഞ്ച് സൈസാണ്. ഫ്രണ്ട് ഡിസ്ക് ടൈപ്പ് ബ്രേക്കിംഗ് സിസ്റ്റവും റിയർ ഡ്രം ടൈപ്പ് ബ്രേക്കിംഗ് സിസ്റ്റവുമാണ് ഇഗ്നിസിന് വരുന്നത്. ഇനി നമുക്ക് ഇഗ്നിസിൻ്റെ അകത്തെ വിശേഷങ്ങളിലേക്ക് പോവാം. ഡോർ തുറക്കുമ്പോൾ തന്നെ മറ്റ് വണ്ടികൾ കാണും പോലെ തന്നെ പവർ വിൻഡോസിൻ്റെ കൺട്രോൾ സ്വിച്ചുകളും മിറർ ഹോൾഡിങ്ങും, പിന്നെ ഈ ഡോർ ബെഡിൻ്റെ മുകൾ വശത്തായിട്ടൊരു ട്യൂട്ടറും 4 സ്പീക്കേഴ്സുമാണ് ഇഗ്നിസിൻ്റെ ഇതിൽ ആഡിയോ സിസ്റ്റത്തിലായിട്ട് വരുന്നത്. ഈ കാണുന്നതാണ് ബോണറ്റ് സ്വിച്ച്. ഇതാണ് ഇഗ്നിസിൻ്റെ ക്ലസ്റ്റർ. തരക്കേടില്ലാത്തൊരു ക്ലസ്റ്റർ തന്നെയാണ് മാരുതി ഇഗ്നിസിന് നൽകിയിട്ടുള്ളത്. റൗണ്ട് ടൈപ്പ് ഒരു സ്റ്റിയറിംഗ് ആണ് ഇഗ്നിസിന് മാരുതി നൽകിയിട്ടുള്ളത്. അതിൽ സ്റ്റിയറിംഗ് കൺട്രോൾസും ഇവിടെ കാണാം. 7 ഇഞ്ച് ടച്ച് സ്ക്രീനാണ് ഇഗ്നിസിന് വരുന്നത്. FE കൺട്രോളുകൾസും കാര്യങ്ങളും ആണ് സ്റ്റീരിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്നത്. അതിന് തൊട്ട് താഴെയായിട്ടാണ് 12 വോൾട്ട് മൊബൈൽ ചാർജറും USB ആക്സും കണക്ടറും 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഇഗ്നിസിന് വരുന്നത്.
ഇഗ്നിസിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത് 260 ലിറ്റേഴ്സ് ആണ്. പിന്നെ ഡിക്കിയിലൊരു ലാമ്പ് നൽകിയിട്ടുണ്ട്. CC 4 സിലിണ്ടർ എഞ്ചിനാണ് ഇഗ്നിസിന് കരുത്തേക്കുന്നത്. അതിൽ മാക്സിമം പവർ 81.80 bhp അറ്റ് 6000 RPM മാക്സിമം ടോർക്ക് വരുന്നത് 113 Nm അറ്റ് 4200 RPM വരുന്നത്. ഇഗ്നിസിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 6,45,000 തൊട്ട് 9 lakhs വരെയാണ്. വണ്ടി ബുക്ക് ചെയ്യുവാനായും മറ്റ് ഡീറ്റെയിൽസിനുമായും താഴെ കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്താൽ മതി. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബും കൂടി ചെയ്യുക. എൻ്റെ ഫേസ്ബുക്ക് പേജും കൂടി ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, അതും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോ കാണും വരെ സീ യു.